PM ശ്രീ പദ്ധതി അഴുക്ക് ചാലിൽ ഒഴുക്കണമെന്ന മന്ത്രി KM ഷാജിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മന്ത്രി KM ഷാജിയുടെ പ്രസ്താവന വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ അക്കാദമിക്കായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ അഴുക്കുചാൽ എന്ന നിലയിലാണോ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് UDF സർക്കാരിൻ്റെ നയപരമായ നിലപാട് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ നയപരമായ നിലപാട് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നിരിക്കെ മന്ത്രി KM ഷാജി എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്? അപ്പം UDF സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, പാണക്കാട്ട് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആരോപണം ഇവിടെ ശരിയാണെന്ന് വ്യക്തമാവുകയാണ്. ലക്ഷാവധി വിദ്യാർത്ഥികൾക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആനുകൂല്യം വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ ലഭിക്കുക എന്നുള്ളതാണ് PM ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അഴുക്ക് ചാലിൽ ഒഴുക്കുക എന്നുള്ളതാണ് UDFിൻ്റെ നിലപാടെങ്കിൽ അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. PM ശ്രീ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ഏത് വിദ്യാർത്ഥികളായിരിക്കും, കുറഞ്ഞത് ഏത് മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും എന്നത് വേറെ കാര്യം. പക്ഷേ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ മുസ്ലിം ലീഗും അതുപോലെ KM ഷാജിയും ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൻ്റെ തനത് ഫണ്ട് പകുതിയും വെട്ടിക്കുറച്ചിട്ട് ഏതാണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജി ഒരക്ഷരം ഉരിയാടുന്നില്ല. പക്ഷെ മറ്റ് വകുപ്പ് മന്ത്രിമാരുടെ വിഷയങ്ങളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലും പ്രസംഗത്തിലും അതുപോലെ പ്രഖ്യാപനത്തിലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, പൂർണ്ണമായും മുസ്ലിം ലീഗിനും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കും അടിമപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സംഭവത്തിലൂടെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വന്ദേമാതരം പൂർണ്ണമായും നിരോധിച്ചത്, വന്ദേമാതരത്തിനെതിരായിട്ട് അപ്രഖ്യാപിത നിരോധനം വന്നത്, ഇതൊക്കെ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മതവിഭജന വിഭാഗീയ അജണ്ടകൾക്കനുസരിച്ചാണ് കോൺഗ്രസും UDF ഭരണവും മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും വലിയ ആഘാതമേൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ഈ മതവിഭജന വിഭാഗീയ രാഷ്ട്രീയത്തിന് അതിൻ്റെ ഇരകളായി മാറുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും എന്ന കാര്യം സംശയമില്ല. കാരണം PM ശ്രീ പദ്ധതിയെ മതത്തിൻ്റെ വിഭാഗീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർക്കുന്ന സമയത്ത് അതിന് ഇരകളായി മാറുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇതേപോലെ തന്നെയാണ് വന്ദേമാതരത്തിനെതിരായിട്ട് ഇവരുടെ മതപരമായ ഈ വിഭാഗീയതയുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുമ്പോൾ, ഭരണഘടനയെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരകളായി മാറുന്നത് കേരള ജനങ്ങളായിരിക്കും. ഇക്കാര്യത്തിൽ
ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു.